ഹായ് ഗൈസ്, നിങ്ങളുടെ ഫോണിൽ ഇന്റർനെറ്റ് ഭയങ്കര സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള 5 ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. കാരണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. പിന്നെ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ നെറ്റിന്റെ സ്പീഡ് ഇല്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ കൂടുതൽ പറഞ്ഞ സമയങ്ങളൊന്നുമില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ APN സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിന്റെ നെറ്റ്വർക്ക് സെറ്റിംഗ്സിലേക്ക് പോയിട്ട് അവിടെ അസസ് പോയിന്റ് നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അവിടെ ഒരുപാട് അധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഫോണിന്റെ നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു കാര്യം അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിളിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഏത് സിം ആണോ ആ സിമ്മിന്റെ APN സെറ്റിംഗ്സ് എന്നടിക്കുക. അതായത് ഇപ്പൊ നിങ്ങളുടെ ഒരു ജിയോ സിം ആണെന്നുണ്ടെങ്കിൽ ജിയോ APN സെറ്റിംഗ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ APN സെറ്റിംഗ്സിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവിടെ വരുന്ന കാണാൻ സാധിക്കും. അപ്പൊ അത് നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു APN സെറ്റിംഗ്സിൽ എന്തെങ്കിലും ചേഞ്ച് ആയി കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ എന്തെങ്കിലും ചേഞ്ച് ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഫിക്സ് ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ടിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അധികം ആപ്ലിക്കേഷൻസ് ഡേ ബൈ ഡേ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ആപ്ലിക്കേഷൻസുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആക്കുകയും അതിൽ നിന്ന് കൂടുതൽ ഇന്റർനെറ്റ് വലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിലേക്ക് പോയതിനു ശേഷം ആപ്പ് സെറ്റിംഗ്സിലേക്ക് പോയിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻസ് ആണോ ഡേ ബൈ ഡേ യൂസ് ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം അവിടെ ആപ്പിന്റെ സെറ്റിംഗ്സിലേക്ക് വരുന്ന സമയത്ത് മൊബൈൽ ഡേറ്റ വൈഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനേബിൾ ആയി കിടക്കുന്നുണ്ടാവും. ആ ഒരു കാര്യം ഡിസേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷന്റെയും ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ യൂസേജ് ഓഫ് ചെയ്ത് വെക്കുക. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ ഇന്റർനെറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഫോണിന്റെ ഡേറ്റ റോമിംഗ് ഓൺ ആക്കിയിടുക. അതായത് നിങ്ങളുടെ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ റോമിംഗ് ഓൺ ചെയ്ത് ഇടുന്നതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ ഇന്റർനെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നാലാമത്തെ ടിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. അതായത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിൽ മൊബൈൽ നെറ്റ്വർക്കിന്റെ അപ്ഡേഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും ഫോൺ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നതിലൂടെ ഇന്റർനെറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ടിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും കണക്ടിവിറ്റി പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ നെറ്റ്വർക്ക് ഓഫ് ചെയ്തതിനു ശേഷം ഫോൺ ഒന്ന് റീബൂട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഫോൺ റീബൂട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂ അവിടെ റീസോൾവ് ആവുകയാണ്. അപ്പൊ ഈ 5 ടിപ്പുകളും നിങ്ങളുടെ ഫോണിൽ പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചേക്കാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.